ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി കനകയെയും അതുപോലെ തന്നെ നയനയുടെ അച്ഛനെയും ഒരുപാട് അപമാനിച്ച് പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇങ്ങോട്ട് വന്നു പോവരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഈ സമയം അവരിങ്ങനെ സങ്കടത്തോടെ വരുന്നത് നമ്മുടെ ജയൻ കാണുന്നുണ്ടാവും. അപ്പോൾ ജയനാണെങ്കിലും പറയും, എല്ലാം അവളുടെ ഈ ഒരു വൃത്തികെട്ട സ്വഭാവം കാരണമാണ്, അവളുടെ തന്നെ സ്വഭാവമാണ് എല്ലാത്തിനും ഇങ്ങനെയൊക്കെ വരുത്താനായിട്ടുള്ള കാരണം. ഇനി ഞാൻ അങ്ങനെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, എല്ലാം ഞാൻ ഇനി ശരിയാക്കും, അവൾ ഇനി മരുമകളുടെ സ്നേഹം തിരിച്ചറിഞ്ഞേ മതിയാവൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം നമ്മുടെ നയനയാണെങ്കിലും ചെക്കപ്പൊക്കെ കഴിഞ്ഞിങ്ങനെ ഇറങ്ങി വരികയാണ്. ആദർശ് പോയി ചെന്ന് കാണുകയാണ് കേട്ടോ നയനേനെ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, അമ്മയും അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, അവരറിഞ്ഞോ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ നയനയ്ക്ക് ആശ്വാസമാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവരോട് പറയേണ്ടെന്ന് പറഞ്ഞതാണ് ഓൾറെഡി. അങ്ങനെ അവരിങ്ങനെ സംസാരിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ഡോക്ടർ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ആദർശേട്ടാ, ഇനിയിപ്പം നമുക്ക് എന്തായാലും സമാധാനത്തിൽ സർജറിക്ക് തയ്യാറാവാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം അനാമികയും ജാനകിയും ദേവയാനിയെ കാണാനായിട്ട് കയറിയിരിക്കും അങ്ങോട്ടേക്ക്. എന്നിട്ട് പിന്നെ ദേവയാനിക്ക് പിന്നെ ഇവർ ഭയങ്കര ഇഷ്ടമാണല്ലോ. അനാമികയാണല്ലോ മരുമകളാണ് എൻ്റെ ശരിക്കത്തെ, എനിക്ക് അവളെയാണ് മരുമകളായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സ്നേഹമാണല്ലോ നമ്മുടെ ദേവയാനിക്ക്. അപ്പോൾ അനാമികയാണെങ്കിലും കൈപിടിച്ച് പറയുന്നുണ്ട്, ഞാൻ അമ്പലങ്ങൾ മൊത്തം കയറി ഇറങ്ങുകയാണ് വല്യമ്മയൊന്നും ശരിയായി വരാൻ വേണ്ടി. പക്ഷെ ബാക്കിയുള്ളവരൊന്നും അങ്ങനെയല്ല വല്യമ്മ, അവർക്ക് വല്യമ്മ ഇവിടുന്ന് ഇറങ്ങരുത് എന്ന് മാത്രമാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് നയനെ എങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ പോലെയൊക്കെ നയനെ ആ സമയത്ത് പോലും ദേവയാനിക്ക് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ദേവയാനിയാണെങ്കിൽ ഇത് കേട്ട പിന്നെ പറയണോ, അനാമികയുടെ സൈഡ് പിടിച്ച് ദേവയാനിയും നയനയെ ഓരോന്ന് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം നമ്മുടെ ആദർശാണെങ്കിൽ അച്ഛൻ പോയി കഴിയുമ്പോൾ കനകയെടുത്ത് മാറി നിന്ന് കാര്യങ്ങളെല്ലാം പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും അമ്മയെടുത്ത് പറയണമല്ലോ, അമ്മ അറിയണമല്ലോ എല്ലാം. അച്ഛനാണല്ലോ ഹാർട്ട് പേഷ്യൻ്റ്, അച്ഛനത് അറിയണ്ട എന്ന് വെച്ചിട്ടായിരുന്നു പറയാതിരുന്നുണ്ടായിരുന്നത് ആദ്യം അവർ രണ്ടുപേരും കൂടി വന്നപ്പോൾ. അങ്ങനെ അമ്മയെടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ നയന തന്നെ തയ്യാറായി വരികയായിരുന്നു, ഞങ്ങൾ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അവൾ സമ്മതിക്കുന്നില്ലായിരുന്നു അമ്മേ എന്നൊക്കെ പറഞ്ഞ് കനകയെടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. കനകയുടെ കണ്ണിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നുണ്ട് സങ്കടം വന്നിട്ട്. എന്നിട്ടാണെങ്കിലും ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, അപ്പോൾ നയന തന്നെ ഡോക്ടറെ അടുത്ത് പറയുമായിരുന്നു എനിക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നിട്ട് വരികയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അത് സാരല്ല മോനെ, വേറൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടാഞ്ഞിട്ടല്ലേ, അതും AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ആളെ തന്നെ കിട്ടണ്ടേ, അത് ഭയങ്കര കിട്ടാത്ത ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ടല്ലേ, അതൊന്നും കുഴപ്പമില്ല, അമ്മ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോട്ടെ മോനെ. പക്ഷെ അമ്മ ഇതൊന്നും അറിയുന്നില്ലല്ലോ എന്നോർത്തിട്ടാണ് എൻ്റെ സങ്കടം. എൻ്റെ മോളാണെങ്കിൽ എത്രത്തോളം സ്നേഹത്തോടെ സ്വന്തം അമ്മയെ പോലെയല്ലേ അവൾ കണ്ടിട്ട് എല്ലാം ചെയ്യാനായിട്ട് തയ്യാറായി വരുന്നത്. പക്ഷെ മോൻ്റെ അമ്മയ്ക്കാണെങ്കിൽ അവളുടെ പേര് കേൾക്കുന്നത് പോലും വെറുപ്പാണ്. മോൻ്റെ അമ്മ ഇതൊന്നും അറിയുന്നില്ലല്ലോ മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് നയനെ സർജറി ചെയ്യാനായിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ജയനാണെങ്കിൽ ആദർശാണെങ്കിൽ ഇങ്ങനെ ഒപ്പം വരുന്നുണ്ട് കേട്ടോ. നയനയ്ക്ക് ഒരു പേടിയില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്, നല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് തന്നെ. പക്ഷേ ആദർശനാണെങ്കിൽ ആ കാഴ്ച കാണുമ്പോൾ സങ്കടാവുന്നുണ്ട് കേട്ടോ. ജയനും സങ്കടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നയനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. ആ സമയം ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.